കേരളത്തിലെ ചരക്കു നീക്കത്തിൻ്റെയും വികസനത്തിൻ്റെയും മുഖമുദ്രയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തു നിന്നും IAS ഉദ്യോഗസ്ഥ ദിവ്യ എസ് അയ്യരെ പെട്ടെന്ന് മാറ്റിയ നടപടി സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. തികച്ചും അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സ്ഥലംമാറ്റത്തിന് പിന്നിൽ കേവലം ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല, കടുത്ത രാഷ്ട്രീയ പകപോക്കലുകളും അണിയറ നീക്കങ്ങളും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഇടതുപക്ഷ സർക്കാരിനെയും പരസ്യമായി പുകഴ്ത്തിയതും മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ഹീറോ ആയി ചിത്രീകരിച്ച് രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കിക്കൊടുത്തതും ദിവ്യയ്ക്കെതിരെ തിരിയാൻ VDയെ പ്രേരിപ്പിച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്ത് ചുമതല മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ ഉത്തരവാദിത്വവും ചുമതലകളുമാണ് പുതിയ മാറ്റത്തിലൂടെ ദിവ്യയ്ക്ക് ലഭിച്ചതെന്ന മറുവാദവും കോൺഗ്രസ് VD ക്യാമ്പ് ഉയർത്തുന്നുണ്ട്. എന്നാൽ ദിവ്യയെ മാറ്റിയത് VDയുടെ സ്വന്തം രാഷ്ട്രീയ പാളയത്തിലെ ചിലരെയും ചൊടിപ്പിച്ചെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. ഇതിനെല്ലാം പുറമെ രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവും രാഷ്ട്രീയ ഗുരുവുമായ കാർത്തികേയൻ്റെ മരുമകളെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ നേരിട്ട് വെട്ടിനിരത്തി എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ സജീവമാണ്. തുറമുഖ നിർമ്മാണത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ മികച്ച രീതിയിൽ പ്രൊജക്റ്റുമായി മുന്നോട്ടു പോയ ഒരു ഉദ്യോഗസ്ഥയെ പെട്ടെന്ന് മാറ്റിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന സൂചനകളും പുറത്തുവരുന്നു. കഴിഞ്ഞ സർക്കാരിനെ പ്രീതിപ്പെടുത്തുവാൻ ദിവ്യ നടത്തിയ ശ്രമങ്ങൾ, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ ഈ കസേര തെറിക്കലിന് പിന്നിലുണ്ടായെന്നാണ് സൂചന. ഭരണതലത്തിൽ മികച്ച പ്രതിച്ഛായയുള്ള ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം പദ്ധതിയുടെ ഏകോപനത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന സമയത്താണ് ഈ സ്ഥാനചലനം ഉണ്ടാകുന്നത്. ഇത് ഉദ്യോഗസ്ഥ തലത്തിലും വലിയ അത്ഭുതത്തിന് കാരണമായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം വൻകിട പദ്ധതികളുടെ തലപ്പത്തിരിക്കുന്നവരെ പദ്ധതി പൂർണ്ണതോതിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് മാറ്റാറില്ല. ഇടതുപക്ഷ സർക്കാരിൻ്റെ വികസന നായകനായി പിണറായി വിജയനെ ചിത്രീകരിക്കാൻ ഒരു IAS ഉദ്യോഗസ്ഥ തന്നെ മുന്നിട്ടിറങ്ങിയത് സൈബർ ലോകത്തും പാർട്ടി വേദികളിലും വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. സ്വന്തം ഭർത്താവ് മുൻ MLAയും കോൺഗ്രസ് നേതാവും ആയിരുന്നിട്ടും ദിവ്യ ഇടതുപക്ഷത്തോട് കാണിച്ച ഈ ആഭിമുഖ്യം കോൺഗ്രസ് നേതൃത്വത്തിന് ദഹിക്കുന്നതായിരുന്നില്ല. ഒരു ഉദ്യോഗസ്ഥ ഭരണാധികാരികളെ പുകഴ്ത്തുന്നത് സ്വാഭാവികമാണെങ്കിലും കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും തുടർച്ചയായി ഇടതുപക്ഷ നേതാക്കൾക്ക് ലഭിക്കുന്ന ഈ സർട്ടിഫിക്കറ്റുകൾ ഉന്നത കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥരാക്കി. കെ രാധാകൃഷ്ണനെ ഹീറോയാക്കിയ ദിവ്യയുടെ നിലപാട് പാർട്ടിക്ക് വലിയ ദോഷമായി മാറി. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര രാഷ്ട്രീയവും ഗ്രൂപ്പ് സമവാക്യങ്ങളും ദിവ്യയ്ക്കെതിരായുള്ള ആയുധമാക്കി മാറ്റിയത്. അന്തരിച്ച മുൻ സ്പീക്കറും നേതാവുമായ കാർത്തികേയനെ രാഷ്ട്രീയ ഗുരുവായി കാണുന്ന VD സതീശനാണ് ഈ കടും വെട്ട് നടത്തിയെന്ന സംസാരവും കോൺഗ്രസിനുള്ളിൽ ഉണ്ട്. കാർത്തികേയൻ്റെ മകനാണ് ദിവ്യയുടെ ഭർത്താവ് KS ശബരീനാഥൻ. എന്നാൽ VD സതീശനുമായി ശബരീനാഥൻ അത്ര നല്ല രസത്തിലല്ല എന്ന തരത്തിലുള്ള വാർത്തകളും പരസ്യമാണ്. KPCC പുനഃസംഘടനയുമായും യൂത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ശബരീനാഥൻ എടുത്ത ചില നിലപാടുകൾ സതീശൻ പക്ഷത്തെ ചൊടിപ്പിച്ചിരുന്നു. ഇതാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുവായ കാർത്തികേയനോടുള്ള ആദരവോ പരിഗണനയോ മകനായ ശബരീനാഥനോടോ മരുമകളായ ദിവ്യയോടോ കാണിക്കേണ്ടതില്ലെന്ന കടുത്ത തീരുമാനത്തിലേക്ക് VDയെ എത്തിച്ചത്. VD സതീശൻ നേരിട്ട് ഇടപെട്ടാണ് ദിവ്യയ്ക്കെതിരായുള്ള നീക്കങ്ങൾക്ക് കരുക്കൾ നീക്കിയതെന്ന് വിശ്വസനീയമായ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന.